ദേശീയപാത അതോറിറ്റിയുടെ തലതിരിഞ്ഞ പരിഷ്കരണം കാരണം നട്ടം തിരിയുകയാണ് യാത്രക്കാർ. അശാസ്ത്രീയമായ നിർമ്മാണവും അപാകത നിറഞ്ഞ സൂചനാ ബോർഡുകളും യാത്രക്കാരെ നട്ടം തിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. സർവീസ് റോഡിൽ മുന്നിലോട്ട് പോയാൽ പുഴയും ദേശീയപാതയിൽ കടന്നാൽ പിഴയുമെന്ന അവസ്ഥയാണ് മലപ്പുറം കൂരിയാടുള്ളത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ മലപ്പുറം കൂരിയാട് പഴയ പാലത്തിന് സമീപം സ്ഥാപിച്ച ബോർഡാണിത്. ബൈക്ക്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, ട്രാക്ടർ, കാൽനട യാത്രക്കാർ എന്നിവർക്ക് പ്രവേശനമില്ല. 6 വരിപ്പാതയിൽ പ്രവേശനമില്ലെന്നത് വളരെ നേരത്തെ തന്നെ കേട്ടു തുടങ്ങിയതാണ്. എന്നാൽ മലപ്പുറം കൂരിയാട്ടെ അവസ്ഥ അതല്ല. പ്രദേശത്ത് സർവീസ് റോഡില്ല. പഴയ പാലം തന്നെ ഉപയോഗപ്പെടുത്തിയതിനാൽ ദേശീയപാത തന്നെ 2 വരിയാണ് ഇവിടെയുള്ളത്. സർവീസ് റോഡ് കടലുണ്ടി പുഴയിൽ അവസാനിക്കുന്ന അവസ്ഥയാണ് ഇവിടെ. കക്കാട് ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വരുന്ന ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ, കാൽനട യാത്രക്കാർ എന്നിവർക്ക് ദേശീയപാതയിൽ പ്രവേശിക്കാതെ തരമില്ല. മറ്റ് റോഡോ അരികോ ഇല്ലാതെ ഇവിടെ സർവീസ് റോഡിലൂടെ വരുന്ന ഇത്തരം വാഹനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. നമ്മുടെ ദേശീയ 6 വരിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സൂചനാ ബോർഡുകളൊക്കെ അങ്ങിങ്ങ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂരിയാട് പാലത്തിനടുത്തുള്ള ഒരു സൂചനാ ബോർഡാണ് ഈ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഈ പഴയ കൂരിയാട് പാലം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ഈ 6 വരി പാത എന്ന് പറയുന്നിടത്ത് ഇവിടെ കേവലം 2 വരി മാത്രമാണ് പാലമുള്ളത്. ഈ 2 വരിയിൽ സർവീസ് റോഡും അതോടൊപ്പം 3 വരിയിൽ കക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ഈ 2 വരിയിലൂടെ വേണം പോകാൻ. അപ്പോൾ സർവീസ് റോഡിൽ നിന്നും വരുന്നവർക്ക് പ്രവേശനമില്ല. അതായത് ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രക്ടർ അതുപോലുള്ള കാൽനട യാത്രക്കാർക്കൊന്നും പ്രവേശനമില്ല എന്നാണ് അവർ ഈ ബോർഡിലൂടെ പറയുന്നത്. അപ്പോൾ ഈ റോഡിലൂടെ വരുന്നവർ പുഴയിലേക്ക് ചാടണമെന്നാണോ അവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ റോഡിലൂടെ വന്ന് നേരെ ഹൈവേയിലേക്ക് കയറുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഏത് ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ബൈക്കുകാരനാണെങ്കിലൊക്കെ ആ റോഡിലേക്ക് കയറണമെങ്കിൽ അവർ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല, പാലം പുതിയത് പണിതിട്ടില്ല, ഒന്നും ചെയ്യാതെ കേവലം ഒരു സൂചനാ ബോർഡ് മാത്രം ഇവിടെ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ പുതിയ പാലം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ബന്ധപ്പെട്ടവർക്കൊക്കെ നിവേദനം നൽകിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ നടപടികൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇവർ വെറും ഒരു അലസമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധവും ഞങ്ങൾ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള നിലക്കാണ് റോഡ് ഉപരോധം പോലുള്ള സംഗതികളിലേക്ക് കടക്കാത്തത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഈ ബോർഡ് അടിയന്തരമായി എടുത്തു മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന DPRൽ പറയുന്നുണ്ടെങ്കിലും അതുണ്ടായില്ല. പുതിയ പാലം നിർമ്മിക്കാൻ നിർദ്ദേശമില്ലെന്നാണ് നിർമ്മാണ കമ്പനിയായ KNRC പറയുന്നത്. ഇവിടെ 6 വരിപ്പാത എന്നത് പേരിന് മാത്രമാണ്. സ്ഥലം ഏറ്റെടുക്കുക പോലും ചെയ്യാതെ തന്നെ വീതിയോട് കൂടിയ പാലം നിർമ്മിക്കാൻ സൗകര്യമുണ്ടായിട്ടും ഇവിടെ 6 വരിപ്പാത അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കോട്ടക്കൽ ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് 3 വരിയിലാണ് വരുന്ന വാഹനങ്ങളും കക്കാട് ഭാഗത്ത് നിന്നും കൂരിയാട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയുള്ള വരുന്ന വാഹനങ്ങളും ഈ പാലത്തിലേക്ക് എത്തുമ്പോൾ 2 വരിയിലൂടെ വേണം സഞ്ചരിക്കാൻ. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രദേശത്ത് വീതിയോട് കൂടിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കളക്ടർ കത്ത് NHIക്ക് കൈമാറിയെങ്കിലും നടപടിയുണ്ടായില്ല. അതിനിടെയാണ് ഇവിടെ പുതിയ സൂചനാ ബോർഡും വന്നിരിക്കുന്നത്. M5 ന്യൂസ്, മലപ്പുറം.